സഹതപിക്കുന്നവരുടെ മുന്നിൽ വരകളിലൂടെ അത്ഭുതം നിറച്ച മനുഷ്യനാണ് പത്തനാപുരം മഞ്ജുവിലാസത്തിൽ മനോജ്. വലതു കൈപ്പത്തി ഇല്ലാതെയാണ് മനോജ് എന്ന മനു ജനിച്ചത്. ഇപ്പോൾ 43 വയസ്സായി. ഇടത് കൈകൊണ്ട് ചെറുപ്പം മുതൽ ചെറിയ തോതിൽ ചിത്രങ്ങൾ വരച്ചു. കൊല്ലം കോർപ്പറേഷൻ വക ചുവരുകളിൽ കൊല്ലത്തിന്റെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ വരയ്ക്കാൻ കോർപ്പറേഷൻ നിയോഗിച്ചത് മനോജിനെയാണ്. കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. നമ്പർ പ്ലേറ്റ് എഴുതാനും ടാപ്പിങ്ങിനും മറ്റും പോയി. തുടർന്ന് 3 വർഷം ചിത്രകല പഠിച്ചു. മനസ്സിൽ തെളിയുന്ന ചിത്രങ്ങളെ ക്യാൻവാസിലേക്ക് പകർത്താൻ തുടങ്ങി. വരയ്ക്കാനുള്ള മനോജിൻ്റെ കഴിവിനെ അമ്മ തങ്കമ്മയും അച്ഛൻ തങ്കപ്പനും ഭാര്യ രഞ്ജുവും പിന്തുണ നൽകി. കഴിഞ്ഞ 10 വർഷത്തിനിടെ മനോജ് വരച്ചത് എണ്ണിയാലൊടുങ്ങാത്ത ചിത്രങ്ങൾ. എക്കാലവും ഒരു ചിത്രകാരനായി ജീവിക്കാനാണ് ഇഷ്ടം. മന്ത്രി KV ഗണേഷ് കുമാർ, ജഗദീഷ്, വിവിധ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി നീളുന്ന നിര. നടൻ മമ്മൂട്ടിയുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാക്കി അദ്ദേഹത്തിന് സമ്മാനിക്കണമെന്നാണ് ആഗ്രഹം. നിസിമോൾ, മെസ്സി എന്നിവർ മക്കളാണ്. കൊല്ലത്തെ വരകളിലൂടെ അടയാളപ്പെടുത്തണമെന്ന് വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു മനുവിന്. മേയർ പ്രസന്ന ഏണസ്റ്റിൻ്റെ ചിത്രം വരച്ചു നൽകാനെത്തിയപ്പോഴാണ് ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചത്. എനിക്ക് അപ്പോൾ ഉണ്ടായ സന്തോഷം വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്തതാണ്, മനോജ് പറഞ്ഞു. ചിന്നക്കടയിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന റോഡിൽ കൊല്ലം പ്രസ് ക്ലബിന് മുന്നിലെ നടപ്പാതയുടെ മതിലിലാണ് കൊല്ലത്തിൻ്റെ ചരിത്രവും ജീവിതവും മനോജ് വരച്ചു ചേർത്തത്. ആക്രിലിക് പെയിന്റ് കൊണ്ട് 4 മാസത്തോളം എടുത്താണ് ഈ ഭാഗം പൂർത്തിയാക്കിയത്. 2 മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് കരുതിയെങ്കിലും ഇടയ്ക്ക് കൈ ഒടിഞ്ഞതുകൊണ്ട് നീണ്ടുപോയി. ജഡായുപ്പാറ, തങ്കശ്ശേരി വിളക്കുമാടം, പുനലൂർ തോക്കുപാലം, മൺട്രോ തുരുത്ത്, കല്ലുമാല സമരം, കയറുവിരി, കശുവണ്ടി, ആശ്രാമം മൈതാനം, ഹെലിപ്പാഡ്, ആശ്രാമം ഗസ്റ്റ് ഹൗസ്, കൊല്ലം തോട്ടിലൂടെയുള്ള ചരക്ക് ഗതാഗത നെൽവയലുകൾ, കാളവണ്ടി യാത്ര തുടങ്ങി 23 ചിത്രങ്ങളാണുള്ളത്. ശേഷമായി നമ്മുടെ കൊല്ലം കോർപ്പറേഷനിലെ മേയറായ പ്രസന്ന ഏണസ്റ്റ് എന്ന് പറഞ്ഞ സാറിന്റെ എണ്ണച്ചായ ചിത്രം ആദ്യം വരച്ചുകൊണ്ട് കൊടുത്തു. അങ്ങനെ സാറിന് ആ പടം ഇഷ്ടപ്പെടുകയും അപ്രകാരമാണ് എനിക്ക് ഇങ്ങനെ ഈ വലിയൊരു മതിലിൽ ചിത്രം വരയ്ക്കാൻ അവസരം തന്നത്. ഏതൊക്കെ ചിത്രങ്ങളാണ് കൊല്ലത്തിന്റെ? കൊല്ലത്തിന്റെ എല്ലാ ചരിത്ര ചിത്രങ്ങളും വരയ്ക്കുന്നുണ്ട്. ചരിത്രമായ അതായത് കൊല്ലം, അതായത് കശുവണ്ടി ഫാക്ടറി, കശുവണ്ടി, പിന്നെ പായ്ക്കപ്പല്, പിന്നെ അതുപോലെ തന്നെ കെട്ടുവള്ളങ്ങള്, പിന്നെ ഹൗസ് ബോട്ടുകൾ, പിന്നെ അതുപോലെ ലൈറ്റ് ഹൗസ്, ജഡായുപ്പാറ, പിന്നെ കല്ലുമാല സമരം, പിന്നെ ഈ തേവള്ളി കൊട്ടാരം, അങ്ങനെ കുറെ ഒത്തിരി ചിത്രങ്ങളുണ്ട്. 10. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലുമാല ചിത്രം വരയ്ക്കാണ്. കാരണം അതെന്ത് എങ്ങനെയാണെന്നുള്ളൊരു വിഷയം അറിയത്തില്ലായിരുന്നു, അതെങ്ങനെയാ വരയ്ക്കുന്നത്. പിന്നെ മേയർ പറഞ്ഞു ഇപ്പോൾ ചിത്രങ്ങളൊക്കെ കാണാൻ നല്ല രസമുള്ള ചിത്രങ്ങളാണ്. കൊല്ലത്തിന്റെ ചരിത്രങ്ങൾ പറയുന്ന ചിത്രങ്ങളാണ് ഇതൊക്കെ. ഇത് പ്രേക്ഷക രീതിയിൽ കാണാൻ നല്ല ചിത്രങ്ങളാണ്. നല്ല വരപ്പാണ്. മനുവിന് നല്ല വരപ്പിന് നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്.
ഒരു സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരാളാണ്. സാധാരണ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ചെറിയൊരു സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും അതുകൊണ്ടൊന്നും അല്ല. എങ്കിലും നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് ഈ മനു. നല്ല വരപ്പാണ്. നമ്മൾ കടയിലൊക്കെ വരുന്ന ഒരു പയ്യനാണ്. അങ്ങനെ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ചെറിയൊരു സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും അല്ല, എങ്കിലും നല്ലൊരു കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയ സാമ്പത്തിക സഹായത്തിന് പുറമെ ടാപ്പിങ്ങിന് പോയി കിട്ടുന്ന തുകയും ഭാര്യയ്ക്ക് ജോലിയിലൂടെ ലഭിക്കുന്ന ചെറിയ തുകയും പത്തനാപുരത്തെ മൊബൈൽ ഷോപ്പ് ഉടമ നാദൃശയും മറ്റും നൽകിയ സാമ്പത്തികം ഉപയോഗിച്ചാണ് ഈ ഭാഗത്തെ ചിത്രങ്ങൾ പൂർത്തിയാക്കിയത്. സാംബശിവൻ സ്ക്വയറിൻ്റെ മതിലിലും അടിപ്പാതയുടെ മതിലിലും ചിത്രം വരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 75ഓളം ചിത്രങ്ങൾ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കടം വാങ്ങിയും മറ്റുമാണ് കളറും ബ്രഷുമെല്ലാം വാങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.